നിങ്ങളുടെ മേളിൽ ദൈവം പകർന്ന, ദൈവം അറിയിച്ച ഒരു വാഗ്ദത്തത്തിനു വേണ്ടി, ഒരു പ്രോമിസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. ആ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കും. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു വാഗ്ദത്ത വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പെന്തക്കോസ്ത് ദിനത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട്, തന്നിൽ വിശ്വസിച്ചവരോട് പറഞ്ഞതായ ഒരു ദൈവികമായ വാഗ്ദത്തം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ, നിങ്ങൾ യെരൂശലേമിൽ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. വാഗ്ദത്തം ഉള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. ആ വാഗ്ദത്തം ഉള്ളവരോടെല്ലാം ഇന്ന് ഈ ആരാധനയിൽ ദൈവം അറിയിക്കുന്നു, വാഗ്ദത്തമുള്ളവർക്കെല്ലാം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വാഗ്ദത്തമുള്ള അബ്രഹാമിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. വാഗ്ദത്തമുള്ള ഇസഹാക്കിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. വാഗ്ദത്തമുള്ള യാക്കോബിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് പീരീഡുകളൊന്നും ഒരു വേസ്റ്റിംഗ് ടൈം ആയിരുന്നില്ല. ആ വെയിറ്റിംഗ് പീരീഡുകളെല്ലാം അവരോടുള്ള ബന്ധത്തിൽ വലിയ വിജയമാക്കി ദൈവം മാറ്റി. ദൈവികമായ വാഗ്ദത്തമുള്ള കുടുംബങ്ങളോട്, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട്, ചർച്ചിനോട്, ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മേളിൽ ദൈവം പകർന്ന, ദൈവം അറിയിച്ച ഒരു വാഗ്ദത്തത്തിനു വേണ്ടി, ഒരു പ്രോമിസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. ആ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കും. അബ്രഹാമിനെ നോക്കി 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു മകനെ നൽകും, നിനക്കൊരു ഇസഹാക്കിനെ നൽകും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറയുടെ ഗർഭപാത്രം നിർജീവമാണെങ്കിലും, അബ്രഹാമിന്റെ ബലം ക്ഷയിച്ചാലും, ഗർഭപാത്രത്തിൽ ഇനിയൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും, അബ്രഹാമിന് പ്രത്യുൽപാദന ശക്തി നഷ്ടപ്പെട്ടാലും ദൈവത്തിന് അത് വിഷയമല്ല. എൻ്റെ ദൈവം അത്യത്ഭുതകരമായ പ്രവൃത്തികളെ ചെയ്യുന്നവനാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് ഈ ആരാധനയിൽ കൂടിയിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആമീൻ, സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും, ആമീൻ, എത്ര സമ്മർദ്ദങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തികളെ നിർവഹിക്കും. ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താണ് അവർ കേട്ട വാഗ്ദത്തം? അവർ കേട്ട വാഗ്ദത്തം, ഇനി ഏറെ നാൾ കഴിയും മുൻപേ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലേക്ക് വരും. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായിരുന്നു വാഗ്ദത്തം. ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 15-26 വാക്യത്തിൽ പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ചേർന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്തായിരുന്നു വാഗ്ദത്തം? സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വരും. ഉയരത്തിലെ ശക്തി നിങ്ങൾ ധരിക്കുവാൻ ഇടയായി തീരും. ഞാൻ പറയട്ടെ, ആ ഒരു വാഗ്ദത്തം യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം, കർത്താവിന്റെ കാൽവരി മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആ വാഗ്ദത്തത്തിനു വേണ്ടി ജെറുസലേം വിട്ടുപോകാതെ അവർ കാത്തിരുന്നു. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അവരത് വിശ്വസിച്ചു. പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിക്കണം. സാഹചര്യം കണ്ട് മാറിപ്പോകരുത്. ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് മാറിപ്പോകരുത്. ഇസഹാക്ക് ഗെരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ
ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇസഹാക്കേ, നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. നമുക്കറിയാം, ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട്, അതൊത്തിരി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്തം. നിന്നെ കുറച്ചു കളയുമെന്നല്ല, നിന്നെ തീർത്തു കളയുമെന്നല്ല, നിന്നെ തകർത്തു കളയുമെന്നല്ല, നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്തം ഇസഹാക്കിനോട് പറയുന്നു. ക്ഷാമം കണ്ടോണ്ടോ, മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്തത്തിൽ സംശയിക്കരുത്. ഇസഹാക്ക്, വേദപുസ്തകം പറയുന്നു, അതനുസരിച്ചു. അവൻ ആ ദേശത്ത് വിതച്ചു. അവന് 100 മേനിയുടെ കൊയ്ത്തുണ്ടായി. ആ ദേശത്തിൽ അവൻ വർദ്ധിച്ചു. അവൻ കുഴിച്ച കിണറുകളിലൊക്കെയും വെള്ളമുണ്ടായി. സ്വർഗത്തിലെ ദൈവം അവന് രഹബോത്ത് ഒരുക്കി കൊടുത്തു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വാഗ്ദത്തം ഉള്ള ദൈവിക വാഗ്ദത്തം കേട്ട ഒരു കുടുംബവും ഒരു സഭയും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. സാറയുടെ ഗർഭപാത്രം നിർജീവമാണെങ്കിലും അബ്രഹാമിന്റെ ബലം ക്ഷയിച്ചെങ്കിലും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് അവൻ ഉറച്ചു. എല്ലാരും പറഞ്ഞു, വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ നോക്കി പറയുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ചെങ്കടൽ രണ്ടാക്കുന്നവനാണ്, ഞാൻ വഴികൾ തുറക്കുന്നവനാണ്. യേശു കർത്താവ് ബെഥേസ്ത എന്ന കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ, ബെഥേസ്ത കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയാണ്, കർത്താവേ, എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. എന്നെ കുളത്തിലേക്കാക്കുവാൻ എനിക്കാരുമില്ല. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷെ അവൻ പറയുന്നു, എന്നെ ഈ കുളത്തിലേക്കാക്കാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ചിന്തയിൽ, അവന്റെ നിരൂപണത്തിൽ, അവന്റെ വിശ്വാസത്തിൽ കുളത്തിൽ ഇറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. അവൻ പറയുന്നു, ഈ കുളത്തിലിറങ്ങാതെ എനിക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല എന്ന് യേശുവിനോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ 38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്, സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം, ഇതിലിറങ്ങണം, ഇറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. കുളത്തിലിറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുളത്തിലിറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ചേ. ഇന്ന് വരെ, ആ നിമിഷം വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. ആ സെക്കൻഡ് വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. കുളത്തിലിറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ, നിന്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചോ, നിന്റെ ചിന്തയൊക്കെ മാറ്റിവെച്ചോ. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട്. പിശാചേ, ശത്രുവേ, നീ ദൈവസഭയ്ക്ക് വിരോധമായും ദൈവിക പ്രവർത്തികൾക്ക് വിരോധമായും എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും സകല സൻബല്ലത്തുമാരുടെയും തോബിയാവുമാരുടെയും ആലോചനകളെ ഉടച്ചു കളഞ്ഞുകൊണ്ട്, ബാബേൽ ഗോപുരം പണിയുന്നവന്റെ ഭാഷയെ മറിച്ചു കളഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്റെ ദൂതന്മാരെ അയച്ച്, മീഖായേലിനെ അയച്ച്, ഗബ്രിയേലിനെ അയച്ച്
തന്റെ ദൂതന്മാരെ അയച്ച് അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ജീസസ്, ഓ ജീസസ്. വാഗ്ദത്തമുള്ളവന് ഒരു കാത്തിരിപ്പുണ്ട്. വാഗ്ദത്തമുള്ളവൻ ചിലത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. മഹാപ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നു. ആ മഹാപ്രതിഫലത്തിനായി കാത്തിരുന്നേ പറ്റുള്ളൂ. യേശുവിന്റെ വരവിനാ വേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. ആ കാത്തിരിപ്പ് ഒരിക്കലും തകർച്ചയാകില്ല. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കാത്തിരുന്നവൻ കുളത്തിലെ സൗഖ്യമാണ് കാത്തിരുന്നത്. പക്ഷെ സൗഖ്യം നടന്നത് കരയിലാണ്, കുളത്തിലല്ല. സൗഖ്യം നടന്നത് കരയിലാണ്. പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നമുക്കറിയാം, ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ അളവുകളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫറെന്റ് ലെവൽസ്, ഡിഫറെന്റ് മെഷർമെന്റ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. ആത്മതലങ്ങളിൽ വിവിധ അളവുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 21, 22, 23 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു, യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് യേശുവിന്റെ സ്നാനത്തിൽ, ഈ നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നാനത്തിലാണ് പ്രധാനമായിട്ടും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ സ്ഥലത്ത് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കുന്നോ? വെള്ളത്തിൽ നിൽക്കുന്നത് ആരാണ്? പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ സ്നാനപ്പെടുത്താൻ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ ആരാണ്? അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവെന്ന പുരോഹിതന്റെ ഏകപുത്രനാണ്. പൗരോഹിത്യ ക്രമവും കൂറും വെച്ചിട്ട് സക്രിയാവ് കഴിഞ്ഞാൽ അടുത്ത പുരോഹിതനാകേണ്ടത് സ്നാപക യോഹന്നാനാണ്. പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയാൽ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏഫോദ് ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു പുരോഹിതനായി നിൽക്കേണ്ടതായ വ്യക്തിത്വമായിരുന്നു സ്നാപക യോഹന്നാൻ. പക്ഷേ പീതരത്നവും മാണിക്യവും വൈഡൂര്യവും പുഷ്പരാഗവും നീലക്കല്ലും ചുവപ്പുനൂലിനാലൊന്നും നിർമ്മിതമായ വസ്ത്രമല്ല, ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്. യോഹന്നാൻ സ്നാപകൻ ഒരു വോയിസ് ആയിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ, ഒരു സീസണിന്റെ വോയിസ് ആയിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോട്, കർത്താവിന്റെ വേല ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി ദൈവം നിന്നെ മാറ്റും. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി ദൈവം നിന്നെ മാറ്റും. സ്നാപക യോഹന്നാൻ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു. വേറൊന്നും സ്നാപക യോഹന്നാൻ പറഞ്ഞില്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്, വാക്കിത്, ഈസ് എ വോയിസ്. അവനൊരു ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ഒരു സീസണെ നോക്കി, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ പ്രവചിച്ച മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. വരാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനായവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ പക്കലുണ്ട് എന്ന് വരുവാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെ കുറിച്ച് പ്രവചിച്ച മനുഷ്യൻ. ഇപ്പോഴും യോഹന്നാൻ പ്രവചിച്ച ആ കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നു?
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മാവ് അഗ്നിയായി പെയ്തിറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് സ്നേഹത്തോടെ ആദരവോടെ ദൈവം തരുന്ന ആലോചന ഞാൻ കൈമാറുകയാണ്. യോഹന്നാനെ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, ഒരു ഭയമില്ലാത്തവനാക്കി, ധൈര്യമുള്ളവനാക്കി, തന്റെ ഇടമുള്ളവനാക്കി, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് വഴി ഒരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ പരിശുദ്ധാത്മാവ് നിർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണർവുകൾക്ക് വഴി തുറക്കുവാൻ ഭവനത്തിന്റെ ശബ്ദമായി, ഈ രാജ്യത്തിന്റെ ശബ്ദമായി, നിന്റെ സഭയുടെ ശബ്ദമായി സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുമെന്ന്, നിന്നെ ആ നിലയിൽ എടുത്തുയർത്തുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. അപ്പോൾ ആ കുളത്തിൽ നിൽക്കുന്ന ആദ്യത്തെ ആളാരാണ്? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ആരാണ്? ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായം. യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം. യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ ചാപ്റ്റർ, ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സ്നാപക യോഹന്നാൻ. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ അങ്ങക്ക് ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രവും വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷണമായത്? നിന്റെ അപ്പൻ ധരിച്ചതുപോലുള്ള പീതരക്തം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയിൽ നിർമ്മിതമായ എഫോദ് ധരിച്ച വസ്ത്രം എന്തുകൊണ്ട് താങ്കൾക്കില്ല? സ്നാപക യോഹന്നാൻ പറയും, എന്റെ അപ്പൻ വരെയായിരുന്നു പൗരോഹിത്യം, എന്റെ അപ്പൻ വരെയായിരുന്നു ആ നിലയിലുള്ള ശുശ്രൂഷ. ഇനി അങ്ങോട്ട് അങ്ങനൊരു കാര്യമില്ല. ആലയത്തിൽ ആട്ടുകൊറ്റനുമായിട്ടോ കാളക്കിടാവുമായിട്ടോ ബലി അർപ്പിക്കാൻ വേണ്ടി ഒരു പുരോഹിതനും പോകേണ്ട ആവശ്യമില്ല. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. He is the Lamb of God. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ പറയുന്നു, ഇനി അങ്ങനെ ഒരു വസ്ത്രധാരണത്തിന്റെ ആവശ്യം എനിക്കില്ല. കാരണം വരുവാനുള്ളവൻ മഹാപുരോഹിതനായവൻ, ബലിയാകേണ്ടവൻ, യാഗമാകേണ്ടവൻ, മാനവകുലത്തിന് മുഴുവൻ യാഗമാകേണ്ട അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ച, പെസഹ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ച ക്രിസ്തു ഭൂമിയിൽ വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ യോർദാൻ നദിയിൽ ആ ചിത്രം കാണാൻ കഴിയണം. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായമായ സ്നാപക യോഹന്നാൻ. രണ്ടാമത്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു. മൂന്ന്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പിതാവിനെ കാണാം, പുത്രനെ കാണാം. ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പുത്രനെ കാണാം. പുത്രന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന രൂപത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത് കാണാം. എല്ലാരും പറഞ്ഞ, യോർദാൻ നദിയിൽ ഞാൻ പുത്രനെ കാണുന്നു. യോർദാൻ നദിയിൽ ഞാൻ പുത്രന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നു. യോർദാൻ നദിയിൽ ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാനെ കാണുന്നു. യോർദാൻ നദിയുടെ മുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പിതാവായ ദൈവത്തെ കാണുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയും ഇവരെല്ലാം ഒന്നിച്ച് സമ്മേളിച്ച ഇടമാണ് യേശുവിന്റെ സ്നാനം. അവിടെ അതിനെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്, ഈ യോഹന്നാൻ നിങ്ങളെ ജലത്തിൽ മാത്രമാണ് സ്നാനം കഴിപ്പിച്ചത്, എന്നാൽ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 49 വാക്യത്തിലും പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ. പറഞ്ഞ്, ശക്തി ധരിക്കുക. ശക്തി ധരിക്കുക. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, യേശു കർത്താവിന്റെ മേളിൽ പരിശുദ്ധാത്മ പ്രാവെന്ന രൂപത്തിൽ വന്ന ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 1 വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവ്. ഇനി ലൂക്കോസ് 4 14 വാക്യം നോക്കിയേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ. അടിവരയിടണം. യേശു
ആത്മാവിന്റെ ശക്തിയോടെ. അപ്പൊ ആദ്യം സംഭവിച്ചത് എന്താ? പരിശുദ്ധാത്മാ നിറവ്. നിറവ്. രണ്ടാമത് എന്തുണ്ടായി? ശക്തി. ആത്മാവിന്റെ ശക്തി. 4:14 വാക്യത്തിന്റെ അവസാനം അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടങ്ങും പരന്നു. ചേർന്ന് രാമീൻ പറഞ്ഞേ. യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്നിട്ട് ലൂക്കോസ് 4:18-19 പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ കഴിയും? അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോ വിവിധ പരിശുദ്ധാത്മ പ്രവൃത്തികളെ കുറിച്ചും അതിന്റെ അളവുകളെ കുറിച്ചും യേശുവിനോടുള്ള ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാ വന്നു, യേശു ആത്മാവിന്റെ നിറവിലേക്ക് പോയി, യേശു ആത്മാവിന്റെ ശക്തിയിലേക്ക് പോയി, പിന്നത്തേതിൽ യേശു കർത്താവ് ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് പോയി. ഡിഫറെന്റ് ലെവൽസ്. ഹല്ലേലൂയ. എന്നാൽ എന്താണ് പരിശുദ്ധാത്മ സ്നാനം? ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വിശ്വാസ സ്നാനമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടുള്ള ആളാണ്. ഇത് രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മ സ്നാനവും വെള്ളത്തിൽ ഇറങ്ങിയുള്ള വിശ്വാസ സ്നാനവും രണ്ടാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ചേർന്ന് രാമീൻ പറഞ്ഞേ. ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം, കുറച്ച് സമയമേ ഉള്ളൂ. ആദ്യമായി നമുക്കുണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ? അതാ പറഞ്ഞ, നിങ്ങൾ നഗരം വിട്ടു പോകല്, നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പോവാ? പരിശുദ്ധാത്മ സ്നാനം എന്ന് വെച്ചാൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോവാ. കേൾക്കുന്നോ നിങ്ങൾ? നമുക്കുണ്ടാകുന്ന ഫസ്റ്റിലെ ഉണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഇത് ഈ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യമായിട്ട് ദൈവശക്തി പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നത് ഇപ്പോഴും ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കി കണ്ടോ? എനിക്കറിയാം ഓർമ്മയാണോ? അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. പത്രോസ് അപ്പോസ്തലൻ വാ തുറന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന് വെച്ചാൽ ഈ പെന്തിക്കോസ്ത് ദിനത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ വന്നതുപോലെ അവരുടെ, മോനെ ശ്രദ്ധിക്കണം, അവരുടെ മേലും വന്നു. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം, ഇത് നടന്നു കഴിഞ്ഞപ്പം അടുത്ത വാക്യത്തിൽ പത്രോസ് എന്നാ പറഞ്ഞേ? അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആദ്യമായി ഒരു കൂട്ടത്തിന്റെ മുകളിലേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ്. പത്രോസ് സംസാരിക്കുകയാണ്, പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പ്രസംഗിച്ചപ്പോ അതുവരെ ആ കൂട്ടത്തിന്റെ മേളിൽ എന്ത് വന്നിട്ടില്ല? പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. എന്നാൽ പൊടുന്നനവേ ആ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവരെല്ലാം മേളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഉടനെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അന്നേരം ഓർത്തെന്ന്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ? ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ചേർന്ന് രാമീൻ പറഞ്ഞേ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇന്ന് ഈ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മേളിലും ഇങ്ങനെ വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യുന്നത് പോലെ ആത്മാവിന്റെ നദിയിലൊന്ന് ഇറങ്ങുന്ന ഒരു അനുഭവം, ഒരു വലിയ ആത്മ പകർച്ച ഇന്ന് ഇതിൽ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാവരുടെ മേളിലും യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ആത്മപകർച്ച നടക്കണം.
ചേർന്ന് രാമീൻ പറഞ്ഞേ. Amen. മോശയുടെ മേളിൽ കിടന്ന ആത്മാവിനെ എടുത്ത് ആ 70 പേരുടെ മേളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവരും പ്രവചിച്ചു. Amen. കാരണം മോശ ആരായിരുന്നു? മോശ പ്രവാചകനായിരുന്നു. ആ സ്പിരിറ്റിന്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടായി. Amen. ചേർന്ന് രാമീൻ പറയാം. Amen. ശമരിയ പട്ടണത്തില് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ അടുക്കൽ അയച്ചു. അവര് ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. എന്നാൽ ബൈബിൾ നമുക്ക് തരുന്ന ഒരു അനുവാദമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാൻ നമ്മൾ ആഗ്രഹിക്കണം. 2, അഭിഷിക്തന്മാർ, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന, ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുക്കുന്ന ദൈവം അവരുടെ മേലത് പകരും. നോക്കിയേ, ഇനി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത് നമുക്ക് പിന്നെ കിട്ടൂല. അവർ ചെന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അവർ അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ 19, 20 വാക്യത്തിലാണ് അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത്. ശീമോൻ കണ്ടാറെ, ആ ശീമോൻ വന്നിട്ട് പറഞ്ഞു, ഈ അധികാരം എനിക്കും തരണം. പാസ് കൈവെക്കുമ്പോൾ ആളുകൾ ദൈവശക്തി പ്രാപിക്കുന്നു, തറയിൽ വീഴുന്നു. ഞാൻ കുറച്ച് കാശ് തരാം, ഈ അധികാരം എനിക്കൂടെ തരാൻ പറഞ്ഞു. പറഞ്ഞത് നല്ല പുള്ളിയോടാ പറഞ്ഞേ. ആരോടാ പറഞ്ഞേ? കൃത്യമായിട്ട് പോയി പത്രോസിനോടാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ശിമോനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്റെ കൂടെ നശിച്ചു പോകട്ടെ. ദൈവത്തിന്റെ ദാനം കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല. ഹൃദയം തകർന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥനയോടെ തമ്പുരാനോട് കാത്തിരുന്ന് ആവശ്യപ്പെട്ടാൽ എൻ്റെ ദൈവം നിന്റെ പെരയ്ക്കകത്ത് ഇറങ്ങി വരും. എൻ്റെ ദൈവം നിന്റെ അടുത്തിറങ്ങി വരും. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവനുമായ കർത്താവ് നിന്നെ രക്ഷിക്കും. കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരിലുള്ളത് ആകെ അല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഓക്കെ, മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തി പിടിച്ചോ. പരിശുദ്ധാത്മാവിനെ നീ വഷളത്വമെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ മേളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ നിന്റെ ശക്തി എന്റെ മേൽ പകരണമേ. ഒരാളുടെ മേളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിന് 2-3 സൈൻ ഉണ്ട്. പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങൾ കാണാം. കേൾക്കാൻ റെഡിയാണോ? ഒന്നാമത്തെ കാര്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് ഉള്ളവനിൽ ഒന്നാമത് കാണുന്ന കാര്യം എന്താ കാണുന്നേ? കർത്താവിന് വേണ്ടിയും തൻ്റെ വചനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം. ഏത് പുള്ളിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം. ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്തു പറയാണ്. 2 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ മുട്ടിടിക്കുന്ന നിന്നെ 10,000ങ്ങളുടെ നടുവിൽ നിർത്തി, യേശുവിന്റെ നാമത്തിൽ, ഇതാരോടുള്ള ഒരു ദൂതാണ്. 2 വാക്ക് പറയാൻ 2 പേരുടെ മുമ്പിൽ നിന്നാൽ മുട്ടിടിക്കുന്ന നിന്നെ
പ്ലാറ്റ്ഫോമുകളിൽ നിർത്തി 10,000-ങ്ങൾക്ക് വേണ്ടി ദൈവവചനം ശുശ്രൂഷിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞേ. അപ്പോ പരിശുദ്ധാത്മാവ് ഉള്ളവനിൽ ഉണ്ടാകുന്ന കാര്യം എന്നാ? ധൈര്യം. യേശു കർത്താവ് മുക്കുവന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. കാറ്റിന്റെയും കടലിന്റെയും ഈ തിരകളുടെയൊക്കെ ഇടയിലൂടെ കിടന്ന് കളിച്ചവരെ കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. എന്നിട്ടും അവരിൽ പലയിടത്തും ഞാൻ ധൈര്യക്കുറവ് കണ്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ മുക്കുവനായ പത്രോസ്, ഈ സഹോദരന്മാര് ബോൾഡായിരുന്നോ? കാറ്റും കടലും വന്നപ്പോ അവരതിനെ വിശ്വാസത്തോടെ നേരിടുകയായിരുന്നോ? ഞങ്ങൾ ചാവാൻ പോവാന്നേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നോ? അപ്പൊ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നിസ്സാരം ഒരു കൊച്ചു 12 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, നീയും ആ ഗലീലക്കാരനല്ലേ, നീ ഇവന്റെ കൂടെ നടന്നതല്ലേ എന്ന് പറഞ്ഞപ്പം യേശുവിനെ ഇതേ പുള്ളി തള്ളി പറഞ്ഞ് ആണയിട്ട് പ്രാഗി സ്ഥലം വിട്ടോ? പറ. അപ്പൊ ആ ധൈര്യം ഉണ്ടായിരുന്നോ? ആളുകളോട് വഴക്കിടാൻ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന് ഒരു സംഭവം വേണ്ട. പക്ഷേ ദൈവവചനത്തിന് വേണ്ടി നിൽക്കാൻ, അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കാൻ, ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ്, ഈ സത്യത്തിനകത്തുനിന്ന് ഒരിഞ്ച് ഞാൻ പുറകോട്ട് പോകുകയല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ അനുഭവമാണ്. ഞാൻ ഈ സത്യത്തിൽ നിൽക്കും, ഈ സത്യത്തെ ലോകത്തിൽ വിളംബരം ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കാൻ നിനക്ക് ക്രിസ്തുവിൽ ഒരു ധൈര്യം വേണം. 2 തീമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഭയം ഇരിപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തെ ദൈവാത്മാവ് അടിച്ചു പുറത്താകട്ടെ. എല്ലാ മരണഭീതികളും വിട്ടുപോകട്ടെ. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാ മരണഭീതികളും വിട്ടുപോകട്ടെ. എല്ലാ സാമ്പത്തിക ഭയങ്ങളും വിട്ടുപോകട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹൃദയത്തിൽ ദൈവാത്മ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്, അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഭയമുണ്ട്. ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. പേടിക്കരുത്. എനിക്ക് ആ മോളെ തന്നത് ദൈവമാണെങ്കിൽ, എനിക്ക് ആ മോനെ തന്നത് ദൈവമാണെങ്കിൽ, എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ, എന്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ഉറച്ചു വിശ്വസിക്കണം. ഉറച്ചു വിശ്വസിക്കണം. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അവനിൽ പ്രധാനമായി കാണുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിലുള്ള ധൈര്യം. ഇത് വായിക്കണം, ഇത് തുറക്കണം, ഇത് അനുസരിക്കണം, ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കണം. അപ്പൊ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളവരിൽ ഒരു നാണം കടത്തില്ല. സുവിശേഷം പറയും, അവരുടെ കൂടെ ഉള്ളവരോട് സുവിശേഷം പറയും, അവരുടെ കുടുംബത്തിലുള്ളവരോട് സുവിശേഷം പറയും, ഉറപ്പായിട്ടും പറയും. അവരെവിടെ ചെന്ന് നിന്നാലും കർത്താവിന്റെ സ്നേഹം പറയും. എന്നെ വിടുവിച്ച ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയും, ഉറപ്പായിട്ടും പറയും. ഞാൻ സുവിശേഷം പറഞ്ഞ നിമിത്തം ഈ ചർച്ചിലേക്ക് ചിലർ വന്നിട്ടുണ്ട് എന്നുള്ളവരുടെ കൈ ഉയർത്തിയേ. ഉറപ്പാണ്, ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വചനം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വചനം വായിച്ചില്ലെങ്കിൽ കരയ്ക്കെടുത്തിട്ട് മീനെ പോലെയാണ്. വചനം ആത്മാവിന്റെ ഭോജനമാണ്, ആത്മാവിന്റെ ഭക്ഷണമാണത്. ഹല്ലേലൂയ. ചേർന്ന് ആമീൻ പറഞ്ഞേ. വചനം വായിക്കാതിരിക്കാൻ പറ്റില്ല, വചനം കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സ്പിരിച്വൽ പ്രസൻസിൽ നിന്ന് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് പാട്ടും പാടി ബൈബിളും വായിച്ച് നടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അവര് ഓരോ ദിവസവും ആ മന്ന പെറുക്കും. അന്നുള്ള മന്ന പെറുക്കണം. ഞാൻ സഭയോട് പറയുന്ന അന്നുള്ള മന്ന പെറുക്കണം. ഒന്ന്, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ദൈവവചനം പരിശുദ്ധാത്മാവുള്ളവർ
ധൈര്യത്തോടെ പ്രസ്താവിക്കും. മോനെ, രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം. റോമർ 5:5 പരിശുദ്ധാത്മാവുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. അപ്പൊ പരിശുദ്ധാത്മാവുള്ള ആളുകളിൽ രണ്ടാമത് കാണുന്ന കാര്യം എന്നാ? നമുക്ക് പറ, ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത് ഈ പുറമേ കാണിക്കുന്നതൊന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ക്ഷമിക്കും, സ്നേഹം ദയ കാണിക്കും, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം കലക്കം ഉണ്ടാക്കുന്നില്ല, സ്നേഹം സ്പ്ലിറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പൊ നിന്റെ മേലുള്ള സ്പിരിറ്റ് എന്താന്നുള്ളത് നീ തിരിച്ചറിയണം. ചേർന്നൊരാമീൻ പറഞ്ഞേ. സ്തോത്രം. പരിശുദ്ധാത്മാവുള്ളവരിൽ നിറഞ്ഞ്, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും സ്നേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും ഈ സ്നേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? ഓ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അവനിൽ പ്രധാനമായി കാണുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സ്നേഹമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആ സ്നേഹം സകലത്തെയും അതിജീവിച്ചിരിക്കും. സ്നേഹത്തിനകത്ത് ക്ഷമ ഉറപ്പായിട്ടുമുണ്ട്. സ്നേഹത്തിനകത്ത് വിട്ടുകൊടുക്കലുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. സ്നേഹം ഒരിക്കലും രണ്ടാക്കത്തില്ല. സ്നേഹം എപ്പോഴും ഒന്നിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ ഒന്നാമത് വേണ്ടത് ദൈവവചനം പ്രസ്താവിക്കാനുള്ള ക്രിസ്തുവിലുള്ള ധൈര്യം. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ, എന്നിൽ രണ്ടാമത് വേണ്ടത് കർത്താവിൻ്റെ സ്നേഹം.